നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോർ രൂപം വേറെ. ആരക്കാശിനും മുതലില്ലാതെ തലചായ്പാനോ സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈവമക്കൾക്കും സ്വാഗതം. വളരെ അർത്ഥവത്തായ വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. കർത്താവേ, നിന്റെ രൂപം എനിക്ക് എപ്പോഴും ആശ്വാസം തരുന്നതാണ്. എപ്പോഴൊക്കെ ഞാൻ അങ്ങയെ കാണുന്നുവോ, എപ്പോഴൊക്കെ അങ്ങയുടെ തിരുമുഖം എനിക്ക് കാണുവാൻ കഴിയുന്നുവോ, എപ്പോഴൊക്കെ എനിക്ക് അങ്ങയുടെ സാന്നിധ്യത്തെ വ്യക്തിപരമായിട്ട് അനുഭവിക്കുവാൻ പറ്റുന്നു, എൻ്റെ ജീവിതത്തിൽ അതെനിക്കേറെ ആശ്വാസവും ബലവുമാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരനായ ദാവീദ് 17-ാം സങ്കീർത്തനത്തിൽ ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ പാട്ടിൽ, ആ പ്രാർത്ഥനയിൽ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. എനിക്ക് തൃപ്തി തരുന്നത് നിന്റെ മുഖമാണ്. എനിക്ക് തൃപ്തി തരുന്നത് അവിടുത്തെ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സാറ്റിസ്ഫൈഡ് ആകുക, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ലോകത്തിലെ പലതിനും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുകയില്ല. നമുക്ക് ആദ്യം ഒരു സൈക്കിൾ കിട്ടുന്ന സമയത്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ പിന്നെ നമുക്ക് ബൈക്ക് കണ്ടപ്പോൾ സൈക്കിളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാതായി. നിങ്ങൾക്കൊരു ബൈക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ദൈവമേ ബൈക്ക് എന്നതിനായിട്ട് സ്തോത്രം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ബൈക്കിനകത്തുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അവസ്ഥ മാറി. നിങ്ങൾക്ക് പിന്നെ ഒരു കാറ് കിട്ടിയാൽ കൊള്ളാമെന്നായി. അപ്പം ലോകത്തിലെ പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ പലരും പലതിലും തൃപ്തരല്ല. ഇപ്പോൾ നമ്മൾ ദുബായിൽ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് പലരുടെയും പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും UK പോകാനായിട്ടൊരു വഴി തുറക്കണം എന്നുള്ള പ്രാർത്ഥനാ വിഷയമാണ്. നമ്മൾ UK ചെല്ലുമ്പോൾ അവിടെ ഉള്ള പലരുടെയും പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിക്കണേ. ഓസ്ട്രേലിയ ചെല്ലുമ്പോൾ പലരുടെയും പ്രയർ റിക്വസ്റ്റ്, അവരുടെ ആരൊക്കെയോ US ലേക്ക് പോകാനൊരു വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കണേ പാസ്റ്ററെ എന്നൊക്കെയാണ് പറയുന്നത്. US അടുക്കൽ ചെല്ലുമ്പോൾ അവരുടെ മക്കള് ലോകപരമായി പോയ സ്ഥിതിക്ക്, എല്ലാം കൈവിട്ടുപോയ സ്ഥിതിക്ക്, പെട്ടുപോയ സ്ഥിതിക്ക് ഇനി എങ്ങോട്ട് പോകണമെന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ ദുബായിലുള്ളവൻ അവനവിടെ തൃപ്തനല്ല.
അവൻ UK പുള്ളിയുടെ നോട്ടം. പലരും, എല്ലാവരും അല്ല, പലരും. UK ചിന്ത ഓസ്ട്രേലിയ മറ്റേതെങ്കിലും രാജ്യമാണ്. അപ്പം ആരും ഒന്നിലും തൃപ്തരല്ല, പലതിലും തൃപ്തരല്ല. ഈ ലോകത്തിലെ പലതും നമുക്ക് തൃപ്തി തരികയില്ല, അത് ഉറപ്പാണ്. യേശു കർത്താവ് അതുകൊണ്ടാണ് ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞത്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, പിന്നെയും ദാഹിക്കും, അവൻ അതിൽ തൃപ്തനാകുകയില്ല. എന്നാൽ ഞാൻ കൊടുക്കുന്ന ജീവന്റെ ഉറവയാകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് എന്തിലാണെങ്കിലും ദൈവ സാന്നിധ്യവും കർത്താവിൻ്റെ മുഖവും ഒക്കെയാണ്. ഈ സമ്പന്നന്മാരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരുപക്ഷെ 10,000 രൂപയ്ക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുകയോ, അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുകയോ നിങ്ങളുടെ ഒരു കാര്യത്തിന് വേണ്ടി ചിന്തിക്കുകയോ ചെയ്യുന്നത്. പക്ഷേ 1 മില്യൻ്റെ ആസ്തിയുമായിട്ടിരിക്കുന്നവൻ തൃപ്തനല്ല, അവൻ 5 മില്യനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും പലതിലും തൃപ്തരല്ല. യേശു കർത്താവ് അപ്പമീനുകളെ എടുത്ത് വാഴ്ത്തി വർദ്ധിപ്പിച്ച് പുരുഷാരത്തിന് വിളമ്പിയപ്പോൾ ബൈബിളിലൊരു വാക്യമുണ്ട്, എല്ലാവരും തിന്ന് തൃപ്തരായി. യേശു തന്നാൽ അതിലൊരു തൃപ്തി ഉണ്ടാകും. ദൈവം എന്ത് തന്നാലും ആ ദൈവം തരുന്നതിനകത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, ഉറപ്പായിട്ടുണ്ടാകും. മക്കളെ ദൈവമാണോ തന്നെ, നിങ്ങൾക്ക് അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഭാര്യയെ ദൈവമാണോ തന്നെ, അവളിൽ നിങ്ങൾ തൃപ്തയായിരിക്കും. ഭർത്താവിനെ ദൈവമാണോ തന്നെ, അവനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആ ജോലി ദൈവമാണോ തന്നെ, നിങ്ങളതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നിങ്ങൾ ഒരു പക്ഷേ അതിലിപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ദൈവം തന്നതല്ല എന്നും പറയാൻ കഴിയില്ല, അതും ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ ആർത്തി കൊണ്ടും അത്യാഗ്രഹങ്ങൾ കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ ജഡീകമായ മനോവികാര ഇച്ഛകൾ പ്രവർത്തിക്കുന്നുകൊണ്ടൊക്കെ നമ്മൾ പലരും തൃപ്തരല്ല. പക്ഷെ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ദൈവമുഖം, ദൈവ സാന്നിധ്യം, ദൈവശക്തി നിങ്ങളെ തൃപ്തരാക്കും. കർത്താവെ, ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖം കാണും, ആ കാഴ്ച എന്നെ തൃപ്തനാക്കും, എന്നെ തൃപ്തി നൽകും. കർത്താവെ, സ്വർഗത്തിലും ഭൂമിയിലും നിന്നെ പോലെ ആരെയാ ഉള്ളേ? ആരെയില്ല പ്രിയപ്പെട്ടവരെ, യേശുവിനെ പോലെ ആരുമില്ല പ്രിയപ്പെട്ടവർ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാതെ, തൃപ്തരല്ലാതെ, നിങ്ങൾ എവിടെയോ അങ്ങ് ഡൗൺ ആയി, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നെങ്കിൽ തൃപ്തി നൽകുന്ന ദൈവം, സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ദൈവം, പൂർണ്ണതയുടെ ദൈവം, പരിപൂർണനായ ദൈവം, അപൂർണനല്ലവൻ, പരിപൂർണനാണ്, സമ്പൂർണനാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം സമ്പൂർണതയുള്ളവനാണ്, സകലത്തെയും ചമച്ചവനാണ്, സകലത്തെയും സൃഷ്ടിച്ചവനാണ്. അവൻ്റെ കരം എന്തെങ്കിലും തൊട്ടാൽ അതിൽ പൂർണ്ണതയുണ്ടാകും. അവനൊരു അത്ഭുതം ചെയ്താൽ ആ അത്ഭുതം പൂർണ്ണമായിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും. കുറച്ച് ഈ യേശു ആണത് സൗഖ്യമാക്കുന്നതെങ്കിൽ കുറച്ച് മാറി, ഇപ്പോൾ കുറച്ചുണ്ട്, അങ്ങനെ അല്ല. യേശു സൗഖ്യമാക്കിയാൽ ആ സൗഖ്യം പൂർണ്ണമായിരിക്കും. യേശു വഴി തുറന്നാൽ ആ വഴി പൂർണ്ണമായിരിക്കും. യേശു പ്രവർത്തിച്ചാൽ അത് പൂർണ്ണമായിരിക്കും, അത് കംപ്ലീറ്റഡ് ആയിരിക്കും. ഹല്ലേലൂയ. ക്രൂശിൽ കിടന്നുകൊണ്ട് ആ കർത്താവ് രക്തം മുഴുവൻ നമുക്കൂറ്റി നൽകി, തൻ്റെ ജീവനെ നമുക്ക് നൽകിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയാമോ? സകലവും നിവർത്തിയായി, സകലതും പൂർണ്ണതയിൽ വന്നു, സകലതും പൂർത്തീകരിക്കപ്പെട്ടു. അതേ പ്രിയപ്പെട്ടവരെ, അവൻ്റെ മരണത്തിൽ പോലും അവൻ തൃപ്തനായിരുന്നു. ആ കർത്താവിൻ്റെ മുഖത്തിന് മാത്രമേ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കണം, വചനം ധ്യാനിക്കണം. നിങ്ങൾ എവിടെയെങ്കിലും അസ്വസ്ഥരായിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ആ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിമിത്തം, നിങ്ങളുടെ പാസ്റ്റ് ആ കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ഓർത്തും, പ്രസൻറ്റ് സിറ്റുവേഷനെ ഓർത്തും, ഫ്യൂച്ചറിനെ ഓർത്തുമൊക്കെ നിങ്ങളിങ്ങനെ വറീഡായിട്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ കർത്താവിൻ്റെ മുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പാ, നിൻ്റെ മുഖം എനിക്ക് കാണണം, നിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം, നിൻ്റെ വചനം എന്നെ കേൾപ്പിക്കണം, നിൻ്റെ ആലോചന എനിക്ക് പകർന്നു തരണം. അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ മുഖം, അവിടുത്തെ രൂപം എനിക്ക് തൃപ്തി നൽകുന്നതാണ്.